ഒരിക്കൽ സരസ്വതി ദേവിയെ കൂട്ടാതെ ബ്രഹ്മാവ് ഒരു യാഗം നടത്തി. കുപിതയായ ദേവി യാഗാഗ്നിയിൽ നിന്നും കേശി, കേശൻ എന്നീ അസുരജന്മങ്ങളെ സൃഷ്ടിച്ചു. അവർ ത്രിലോകങ്ങളിലും നാശം വിതച്ചു. ദേവേന്ദ്രന്റെ സൗന്ദര്യത്തിൽ ആകൃഷ്ടയായ കേശി ഇന്ദ്രനോട് വിവാഹാഭ്യർത്ഥന നടത്തി. എന്നാൽ ഇന്ദ്രൻ അത് നിഷേധിച്ചു. ഇതിൽ കോപം പൂണ്ട കേശൻ ഇന്ദ്രനെ ആക്രമിച്ചു. ദേവന്മാർ വിഷ്ണു ഭഗവാനെ അഭയം പ്രാപിച്ചു. ഭഗവാൻ കേശനുമായി യുദ്ധം ആരംഭിച്ചു. കേശന്റെ ശക്തി മനസ്സിലാക്കിയ ഭഗവാൻ തന്റെ വിശ്വരൂപം പ്രദർശിപ്പിക്കുകയും കേശൻ മയങ്ങി വീഴുകയും ചെയ്തു. അപ്പോൾ ശേഷനാഗം കേശനെ ചുറ്റിവരിഞ്ഞു. ശേഷം വിഷ്ണു ഭഗവാൻ ആദിശേഷന്റെ മുകളിൽ ശയിച്ചു. എന്നിട്ടും കേശൻ തന്റെ 12 കരങ്ങൾ ഉപയോഗിച്ച് രക്ഷപ്പെടാൻ ശ്രമിച്ചു. എന്നാൽ ഭഗവാൻ 12 ശിവലിംഗങ്ങൾ കേശന്റെ കൈകളിൽ വച്ചുകൊടുത്തു. ശേഷം പഞ്ചാക്ഷരി മന്ത്രം ഉച്ചരിച്ച ഭഗവാന്റെ അടിയിൽ കേശൻ അടങ്ങിക്കിടക്കുന്നു എന്നാണ് വിശ്വാസം. ഈ 12 ശിവലിംഗങ്ങളുള്ള മഹാശിവക്ഷേത്രങ്ങളിലാണ് ഭക്തർ ശിവാലയ ഓട്ടം നടത്തുന്നത് എന്നൊരു ഐതിഹ്യമുണ്ട്. വിവരമറിഞ്ഞ കേശിയും കേശന്റെ ഭാര്യയും താമ്രഭരണിയാറിനെയും പറളിയാറിനെയും കോതയാറിനെയും കൂട്ടുപിടിച്ച് ഭഗവാൻ ഇരിക്കുന്നിടം വെള്ളത്തിലാക്കാൻ എത്തി. എന്നാൽ ഭൂമിദേവി ഭഗവാൻ നിലകൊള്ളുന്ന പ്രദേശം ഉയർത്തി. ഇങ്ങനെ ഈ പ്രദേശത്തിനു ചുറ്റും വട്ടത്തിൽ ആറുകൾ ഒഴുകുന്നതിനാൽ ഇവിടം തിരുവട്ടാർ എന്നും കേശനെ അടക്കിയ വിഷ്ണു പെരുമാൾ ആദികേശവ പെരുമാൾ എന്നും വിളിക്കപ്പെട്ടു.